സങ്കീർത്തന പുസ്തകം 86 അധ്യായം അതിന്റെ 11 വാക്യം. നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ദൈവമേ നിന്റെ വഴി എനിക്ക് കാണിച്ചു. ടീച്ച് മീ യുവർ വേ. ദൈവം നിന്റെ വഴി എനിക്കൊന്ന് കാണിച്ചു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. അതിനുശേഷം ഞാൻ പറയുന്ന സങ്കീർത്തനം തന്നെയാണ്. അത് 27:11 രണ്ടാമത് വായിക്കണം. ഇനി ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിച്ചേ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇനിയുള്ള മിനിറ്റുകൾ വളരെ ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഓരോ ശബ്ദവും നിങ്ങളോട് സംസാരിക്കും. എനിക്കിത് ഉറപ്പുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വരിത്തിരിവാകുന്ന ചിലതിലേക്ക് ദൈവം പിടിച്ചു കയറ്റുന്ന ഒരു അനുഭവമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ട് മാറ്റിയിരിക്കും. നമ്മൾ ഇനി എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ വീഡിയോകൾ കണ്ടു കാണും. നിങ്ങൾ പോയ സ്ഥലങ്ങൾ നിങ്ങൾ കാണും. ഹല്ലേലൂയ. വലിയ വലിയ സിറ്റിയിൽ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തും അതേപോലത്തെ സിറ്റികളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ വലിയ NH ഹൈവേകളുണ്ട്. ഈ ഹൈവേയിൽ നിന്നും ചില സ്ഥലത്ത് എക്സിറ്റ് ഉണ്ട്. എന്താണ്? പുറത്തേക്ക് ചാടാനുള്ള വഴികളുണ്ട്. ഈ നമുക്ക് വേണ്ട ഒരു സംഭവം ഈ തൊട്ടടുത്തായിരിക്കാം. ഹല്ലേലൂയ. ആ കറക്റ്റ് സ്ഥലത്ത് ആ എക്സിറ്റ് ഹല്ലേലൂയ നമ്മൾ എടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊന്ന് വഴി സൈൻ ബോർഡ് കാണിക്കും. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇടുന്നവർ ഗൂഗിൾ പറയും ഈ രണ്ടാമത്തെ എക്സിറ്റ് എടുക്കുക, ഇടത്ത് സൈഡിലേക്ക് എടുക്കുക. എടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ നമ്മളൊരു ഫ്ലൈ ഓവറിലോട്ടായിരിക്കും കയറുന്നത്. ഇങ്ങോട്ട് കയറിയാൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഇടത്തെ സൈഡിൽ ഈ ഒരു സംഭവം നമ്മൾ പോകേണ്ട സ്ഥലമോ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം, ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും ആയിരിക്കട്ടെ, അവിടാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ നമ്മൾ ആ തൊട്ട് മുമ്പ് വെച്ച് ഇടത്തെടുക്കാൻ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സൈൻ ബോർഡ് കണ്ടു, നമ്മൾ ആ വഴി എടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് നേരെ ഫ്ലൈ ഓവറിലോട്ടായിരിക്കും കയറുന്നത്. പിന്നെ 4, 5, 6, 7 ചിലയിടത്തൊക്കെ 8 കിലോമീറ്ററുകൾ കഴിഞ്ഞേ എന്തു ചെയ്യത്തുള്ളൂ? ഇത് പിന്നെ തിരിച്ചിറങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും കറങ്ങി വരണം. അപ്പം നമ്മുടെ കൺമുമ്പിൽ കൂടെ ഇടത്തെ സൈഡിൽ ആ സംഭവം കാണും. സത്യം ചങ്ക് പറയും, അയ്യോ പിന്നെ ഒരിക്കലും പിന്നെ ഉടനെ വരാൻ പറ്റത്തില്ല. അത്രയും ദൂരനഷ്ടം, അത്രയും ഇന്ധന നഷ്ടം, അത്രയും സമയം നഷ്ടം. ഹല്ലേലൂയ. ഇത് ഉണ്ടാകും. ഹല്ലേലൂയ. ഇതേപോലെ തന്നെയാണ്. ഹല്ലേലൂയ. എനിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ വചനത്തിന്റെ മർമ്മം മനസ്സിലായി. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു യാത്ര ചെയ്ത് വളരെ അടുത്താണ്, പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഹല്ലേലൂയ. മാപ്പിലും പറഞ്ഞു മറ്റേ ഞാൻ അത്ര ഉണ്ടല്ലോ എന്ന്. പക്ഷെ പെട്ടെന്നാണ് ഫ്രണ്ടിൽ ഒരു വലിയ ലോറി ഉണ്ടായതുകൊണ്ട് ഫ്ലൈ ഓവർ ശ്രദ്ധിച്ചില്ല. അറിയാതെ വിട്ടും പോയി, ഫ്ലൈ ഓവർ കയറിയും പോയി. കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് തിരിച്ചു കറങ്ങി ആ സ്ഥലത്ത് വരേണ്ടത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. അതായത് ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതയാത്ര. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ നായകനായ യേശു കർത്താവ് പറയുന്ന ദൈവത്തിന്റെ ഒരു വഴിയുണ്ട്. ഹല്ലേലൂയ. ആ വഴിയിൽ നമ്മൾ ഹല്ലേലൂയ തിരിഞ്ഞാൽ, ആ വാക്കനുസരിച്ച് ആ വഴിയിലേക്ക് നടന്നാലുള്ള ഗുണം എത്രയും പെട്ടെന്ന് എത്തേണ്ട വാക്തത്വത്തിലേക്ക്, എത്തേണ്ട സ്ഥലത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ പറ്റിപ്പോകുന്നത് നമ്മൾ അതിന്റെ കൺമുമ്പിൽ കൂടെ കടന്നു പോകും. നമ്മളത് കാണും, പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റാത്ത, നമുക്കതിലേക്ക് ചെല്ലാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കാം. പക്ഷെ വീണ്ടും മനസ്സിലായി തിരിഞ്ഞു വരുമ്പോൾ സമയം പോകും, പല നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, ഉദ്ദേശിച്ച സമയത്ത് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം. ഒരു യാത്രയാണ്. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിച്ച് നമ്മൾ ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി അവന്റെ ശബ്ദം കേട്ട് അവന്റെ വഴിയിൽ പോകുന്ന ഒരു യാത്രയാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് ദൂത് പറയാണ്, നിന്നെ വിളിച്ച ദൈവത്തിന്, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വഴിയുണ്ട്. നിന്നെ കുറിച്ചൊരു വഴി ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ദൂതിത, ദൈവം തന്റെ വഴികളിൽ നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലതിനെ നോക്കി വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ ചില വഴികളിൽ ദൈവം ചിലതിനെ നടത്താൻ പോകുകയാണ്. നിന്റെ വാക്തത്വത്തിലേക്കുള്ള, നിന്റെ സൗഖ്യത്തിലേക്കുള്ള, നിന്റെ ദൈവപ്രവൃത്തിയിലേക്കുള്ള, നിന്റെ സമാധാനത്തിലേക്കുള്ള, നിന്റെ നന്മയിലേക്കുള്ള ചില വഴികളിൽ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ 2 രീതിയിൽ ദൂത് പറയാ. നിനക്ക് തെറ്റുന്നതിന് മുമ്പേ വഴി ഇതാന്ന് പറഞ്ഞ് ദൈവം ചിലരെ ചില വഴിയിലേക്ക് നയിക്കാൻ പോകുക. അതിനുവേണ്ടി ഹൃദയത്തെ ഒരുക്കാൻ പോകുകയാണ്, കാതുകളെ ഒരുക്കാൻ പോകുക. ഇനി അല്ല, കഴിഞ്ഞ നാളുകളിൽ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയാൻ പറ്റാതെ വഴി തെറ്റി മുന്നോട്ടലയുന്നെങ്കിൽ, കൂട്ടം തെറ്റിപ്പോയ നിന്നെ തേടി വെത്തുന്ന ഒരു ഇടയൻ നിന്നെ അവിടുന്ന് തിരിച്ചു മാറ്റി ചില വാഗ്ദത്തങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ചില വഴി ദൈവം എടുക്കാൻ തരാൻ പോകുകയാണ്.
Lekaba sataraba shantaraba baba. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൂത് പറയാ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നീ ഒരു ശബ്ദം കേൾക്കാൻ പോകുക. ആ ശബ്ദത്തിന് നീ സ്റ്റെപ്പ് വെക്കുമ്പോൾ അധികം താമസിക്കാതെ നിന്റെ വാഗ്ദത്തത്തിലേക്ക്, നിന്റെ നന്മയിലേക്ക്, ദൈവിക ഉടമ്പടിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. രണ്ടാമതൊരു ശബ്ദം പറയുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതയാത്രയിൽ ചിലത് നിനക്ക് കണ്ടു അനുഭവിക്കാൻ പറ്റിയില്ല. പക്ഷെ ദൈവം പറയുന്നു, ഇന്ന് ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ദൈവമേ നിന്റെ വഴി കാണിക്കണമേ എന്ന് പറഞ്ഞ് സത്യത്തിൽ നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചിലതിനെ നിന്റെ ജീവിതയാത്ര തിരിച്ചു മാറ്റി ദൈവത്തിന്റെ വഴിയിലേക്ക് ദൈവം കൊണ്ടുപോകും. ആമേൻ, ആമേൻ. നമ്മൾ വായിച്ച 86-ാം സങ്കീർത്തനം 11-ാമത്തെ വചനം എന്ന് പറയുന്നത് ഭക്തനായ ദാവീദിന്റെ ഒരു പ്രേയറാണ്, പ്രാർത്ഥനയാണ്. ദാവീദിന്റെ എന്താണ്? ഒരു പ്രാർത്ഥനയാണ്. ഒത്തിരി കാര്യം എൻ്റെ അകത്ത് പറയുന്നുണ്ട്. കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അതിന്റെ 86-ന്റെ ആദ്യം മുതൽ പറയുമ്പോൾ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. എന്നിട്ട് പറയാണ്, കർത്താവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, നിന്റെ വഴി എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, എന്റെ വഴിയിൽ നടന്നിട്ട് യാതൊരു കാര്യമില്ല, എനിക്ക് ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. അതായത് മനുഷ്യന് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില വഴികളുണ്ട്. അത് ശരിയാകാം, തെറ്റാവാം, പല ബുദ്ധിമുട്ടുണ്ടാവും. രണ്ട് പിശാച് നയിക്കുന്ന ചില വഴിയുണ്ട്, അവന്റെ പ്ലാനിൽ കൊണ്ട് ട്രാഫിക് ഉണ്ടാക്കാൻ. മൂന്നാമതൊരു വഴിയുണ്ട്, ദൈവത്തിന്റെ വഴി. അത് അനുഗ്രഹത്തിന്റെയാണ്, അത് നന്മയുടെയാണ്. ഹല്ലേലൂയ. അപ്പൊ 86-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കർത്താവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. നിന്റെ വഴി കാണിക്കും. കാരണം ആ വഴിയിൽ കയറിയാൽ ഒരു ഗുണമുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. 17-ാമത്തെ വാക്യം, എന്നെ ഭയക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരയണമേ. യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. കണ്ടോ, ഇപ്പോൾ വഴിമാറിപ്പോയാൽ പകയ്ക്കുന്നവൻ വീണ്ടും നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിന്റെ വഴി ഞാൻ നടന്നാൽ കർത്താവേ അടുത്തൊരു പ്രാർത്ഥനയാണ്, നന്മയ്ക്കായി ഒരടയാളം കാണിച്ചു തരണമേ. വഴി കാണിക്കണമേ, എനിക്കൊരടയാളം കാണിച്ചു തരണമേ. ഇന്ന് പകൽ ചിലരോടുള്ള ദൂത് പറയുകയാണ്, നന്മയ്ക്കായിട്ട് ചില അടയാളങ്ങൾ നീ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുമ്പോ ചിലത് കാണാൻ പോകുകയാണ്. നന്മയ്ക്കായിട്ട് അടയാള സഹിതം. Lord, show me a sign for good. ഒരു നന്മയ്ക്കായ ഒരു അടയാളം. കരമടിച്ച് നല്ല ദൈവത്തിന് ഇന്ന് പകലൊന്ന് മഹത്വം കരറ്റിയേ. ഇതുവരെയും പിശാചിന്റെ തിന്മയുടെ അടയാളങ്ങൾ കണ്ട, ഇതുവരെയും തിന്മയുടെ പോരാട്ടങ്ങൾ കണ്ട നിന്റെ ജീവിതത്തിൽ നീ മടുത്തെങ്കിൽ ഇന്ന് പകൽ ചിലതിനോട് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ചില നന്മയ്ക്കായി ചില അടയാളങ്ങൾ. ഈ സ്റ്റേജ് മുതൽ ഞാൻ പ്രവചിക്കുന്നു, ഈ 6-ാം മാസം തീരാറാകുന്നു. ഇനിയുള്ള ചില ആഴ്ചകൾ, ഇനിയുള്ള ചില മാസങ്ങൾ, ഇനി 7, 8, 9 ഇനി തുറന്നുള്ള മാസങ്ങളിൽ നിന്റെ ലൈഫിൽ നന്മയ്ക്കായി ഒരു അടയാള സഹിതം ദൈവം ചിലത് വെളിപ്പെടുത്താൻ പോയോ. ഇത് പറയുമ്പോൾ ചില ജീവിതത്തിന്റെ മീതെ ചില ദൈവപ്രവൃത്തികൾ വന്ന് വീഴുകയാണ്. ചില നന്മയ്ക്കായി ചില അടയാളങ്ങൾ. ശക്തമായ എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ദൈവം ഇതിന്റെ അകത്ത് ചിലതിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തട്ടെ. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി വിളിച്ചു പറയുന്നു, 8-ാം മാസം നീ എഴുതി വെച്ചോ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ചിലതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ചിലതിന്റെ ലൈഫിൽ 8-ാം മാസത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. അതിലേക്ക് ദൈവം വഴി മാറ്റാൻ പോകുക. ദൈവം ദൈവത്തിന്റെ വഴി തെളിയിക്കാൻ പോകുക. ചിലതിനെ തൊടുന്നു ദൈവാത്മാവ്. ആരാധിക്കേണ്ടവർ ആത്മാവിൽ ആരാധിച്ചു. കരമടിച്ച്
യേശുവിന്റെ നാമത്തിൽ മകളുടെ ലൈഫിൽ ചില അടയാളങ്ങൾ നീ പ്രാർത്ഥിച്ച അടയാള സഹിതം ദൈവം ചിലത് വെളിപ്പെടുത്തും. അടയാള സഹിതം ദൈവം ചിലത് വെളിപ്പെടുത്തും. അടയാള സഹിതം ചിലത് ദൈവം വെളിപ്പെടുത്തും. ചിലതിന്റെ ജീവിതത്തിൽ അടയാള സഹിതം നന്മയ്ക്കായി ദൈവം ചിലത് കാണിക്കാൻ പോകുക. പ്രാർത്ഥിച്ചോ. ദൈവം ശക്തമായി ഇടപെടുകയാണ്. ദൈവം ചിലത് കാണിക്കും. നിന്റെ കണ്ണിന്റെ മുമ്പിൽ കഴിഞ്ഞ നാളുകളിൽ മാറിപ്പോയത് നിനക്ക് അനുഭവിക്കുമെന്ന് തോന്നിയിട്ട് നിന്റെ കൺമുമ്പിൽ വെച്ച് കാണാതെ പോയത് നിന്റെ ജീവിതത്തോട് ദൈവാത്മ പറയുന്നു. ശക്തമായ ഒരു നന്മയ്ക്കായി ഒരു അടയാളം നിന്റെ ജീവിതത്തിനകത്ത് ദൈവാത്മാവ് ചെയ്യും. ഇതൂന്ന് പറയുമ്പോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ഒരു കയർ അഴിഞ്ഞു വീഴുന്ന പോലെ ഇടത്തും വലത്തും നിന്ന് ചിലത് അഴിഞ്ഞു വീഴുന്നു. ഒരു ഭയങ്കര വിടുതൽ ഇന്നത്തെ ആരാധന. ദൈവം വെറുതെയല്ല കൊണ്ടുവന്നത്. ശക്തമായി ദൂതനെ സ്വീകരിച്ചോ. കരമടിച്ച് നന്മയ്ക്കായി ഒരടയാളം. കർത്താവ് ഭയങ്കര ദൈവപ്രവൃത്തി ഇതിനകത്ത് ചെയ്യാൻ പോവുക. കർത്താവ് ഇതിന്റെ അകത്ത് തൊട്ടുകൊണ്ടിരിക്കുക. നല്ലൊരു ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് ചലിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് വന്ന് വളരെ ശാന്തമായി ചില വചനം പഠിപ്പിക്കാൻ തുടങ്ങാൻ തീരുമാനിച്ചതാ. പക്ഷെ ഇതിന്റെ അകത്ത് ആ ദൂത് പറഞ്ഞപ്പോ തന്നെ ദൈവസാന്നിധ്യം ചലിക്കുന്നതായി മനസ്സിലായി. ചില തലകടമേ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരുന്നത് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് പകൽ ശക്തമായി വിശ്വസിച്ചോണം. കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. കർത്താവേ, മോനെ 11-ാമത്തെ വചനം കാണിച്ചു. നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടോ, എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഇത്രേ ഉള്ളൂ. എന്റെ ഹൃദയത്തെ എന്തു ചെയ്യണം? ഏകാഗ്രമാക്കണം. ഈ ഹൃദയം മനസ്സ് അസ്വസ്ഥപ്പെട്ടാൽ, ഏകാഗ്രമാകാതിരുന്നാൽ ദൈവത്തിന്റെ വഴി നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇടത്തെടുക്കണമെന്ന് ഒത്തിരി ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ മനസ്സ് ഏകാഗ്രമായാലേ പറ്റത്തുള്ളൂ. ഒരാൾ പറഞ്ഞാൽ ആ ശബ്ദം കേട്ടണം, എന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസം കർത്താവേ നിന്റെ വഴി, നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. നിന്റെ വഴി എനിക്ക് കാണിച്ചു. ഇനി സങ്കീർത്തനം 27:11 എടുത്തേ. സങ്കീർത്തനം 27:11 അതും ഇത് തന്നെയാണ്. ഭയരഹിതമായി ദൈവത്തിങ്കിൽ ആശ്രയിക്കുന്ന ദാവീദിന്റെ ഒരു സങ്കീർത്തനം. Psalms 27:11 വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. യഹോവേ, ഇവിടെ പറയുന്നത് യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്നെ നടത്തണമേ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ I am surrounded by waiting enemies. നമ്മൾ പറയത്തില്ലേ, എന്നെ തകർക്കാൻ രക്തദാഹം പോലെ പിടിച്ചു നിൽക്കുന്ന ശത്രു എന്റെ ചുറ്റിലുമുണ്ട്. കർത്താവെ, ഞാനൊരു വഴിയെടുത്താൽ അത് ശരിയാകത്തില്ല. പകരം കർത്താവെ നിന്റെ വഴി എന്നെ കാണിക്കണേ. ഹല്ലേലൂയ. കാരണം എന്താ? എന്റെ ചുറ്റും എന്തുണ്ട്? എനിമീസ് പതുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമ്മളൊന്ന്
പ്രാർത്ഥിക്കണം. ഇത് ക്രിസ്തീയ ജീവിതയാത്ര. ഈ ജീവിതയാത്രയിൽ പതിയിരിക്കുന്ന ചിലത് ചുറ്റും നിൽക്കുമ്പോൾ, എനിമീസ് വെയിറ്റ് ചെയ്യുമ്പോൾ, കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഒരു ഭക്തനെ പോലെ ഇന്ന് പകൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു കാര്യം പറയുന്നു, ദൈവത്തിന്റെ വഴി. 27-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിന്റെ ശക്തമായ ദൈവാശ്രയത്തിന്റെ ഒരു സങ്കീർത്തനമാണ്. അതിൽ 27 ഒന്നിട്ട് വായിക്കുക. ദൈവം എന്റെ വെളിച്ചം, എന്റെ രക്ഷ, ഞാൻ ആരെ ഭയപ്പെടും. രണ്ടാമത്തെ വാക്യം, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ അവൻ അടുത്ത് വന്നാൽ എന്തോ ചെയ്യും? ഇടറി വീഴും. നമ്മുടെ വഴിയിൽ, ഇരുട്ടിന്റെ വഴിയിൽ നിന്നാൽ നമ്മൾ ഇടറി വീഴാൻ ഇടവരും. പക്ഷെ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ അടുത്തു വരുന്നവന് അടുക്കാൻ പറ്റത്തില്ല, അവൻ ഇടറി വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഭാഗത്തേക്ക് പോയിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചാൽ മതി. ഈ ഫ്ലൈ ഓവർ, ഈ വലിയ ഹൈവേ കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മതിൽ പോലെ കെട്ടിയടച്ചേക്കോ. ഒറ്റ കന്നാലിക്കോ ഒറ്റ ബൈക്കുകാരനോ ഒന്നും കയറാൻ പറ്റത്തില്ല. നമ്മൾ 120-ൽ 100-ൽ പോയാൽ പേടിക്കണ്ട, ചവിട്ടേണ്ടി വരത്തില്ല. കാരണം ഇടയ്ക്കൂടെ ആരും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാം അടച്ചു വെച്ചിരിക്കുക. ഇതുപോലെ തന്നെ നീ ദൈവത്തിന്റെ വഴിയിലേക്ക് കയറിയാൽ നിന്നോടൊരു ദൂത് പറയുന്നു, അടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ദൈവത്തിന്റെ വഴി സേഫാണ്. Hallelujah. Amen. അതിന്റെ 6-ാം വാക്യം, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും, ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. അത്രേ ഉള്ളൂ. ഇപ്പോൾ ദൈവത്തിന്റെ വഴിയിലേക്ക് ഞാൻ തിരിഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു ദൂത് പറയുന്നു, ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തലേ ഉയരോ. ഹല്ലേലൂയ. അങ്ങനെ വണ്ടിക്കകത്ത് പോകുമ്പോൾ ധൈര്യത്തോടെ അങ്ങോട്ടും നോക്കാം, ധൈര്യത്തോടെ ഇങ്ങോട്ടും നോക്കാം. കാരണം ഒരുത്തനും ഇടയ്ക്ക് കയറി വരത്തില്ല. കാരണം ഇത് ട്രാക്ക് വേറെയാണ്, ഇത് ദൈവത്തിന്റെ നിയോഗത്തിന്റെ വഴിയാണ്. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ചിലരോട് ദൈവം വിളിക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണേ. Lekata satara bashatara, lekata samatana rival baushatara, lekata sibatara rabala baushatara, lekata satara bala baushatara, regmete be akasata rabashatara, lekata rabara ഘടകദിയാന്തര. ഇന്ന് പകൽ ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരോട് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ തലകളെ ദൈവം ഉയർത്തും. ആമേൻ. അങ്ങനെ ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ, കഴിഞ്ഞ മണിക്കൂർ, കഴിഞ്ഞ ബുധനാഴ്ച മെസ്സേജ് എടുത്തിട്ട് ഒരു ദൂത് പറഞ്ഞു, അതിപ്പോ ഇത് പറയാൻ ഒന്നും കൂടെ ഒരു നിയോഗം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ, ഇവിടെ നമ്മൾ വായിച്ചതാണ്, ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ നിന്ന് എന്റെ തല എന്ത് ചെയ്യും? ഉയരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. സങ്കീർത്തനം 75-ന്റെ 10-ൽ ഒരു ദൂത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. മോനെ അത് സ്ക്രീനിൽ ഒന്ന് കാണിച്ചേ. സങ്കീർത്തനം 75-ന്റെ 10. ഹല്ലേലൂയ. Psalm 75:10. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത, ദുഷ്ടന്മാരുടെ വായിച്ചു സിസ്റ്ററെ, ദുഷ്ടന്മാരുടെ കൊമ്പൊക്കെ ഞാൻ മുറിച്ചു കളയും. നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഒന്നും കൂടെ വായിക്കണം. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും. ഹല്ലേലൂയ. ആ മുറിച്ചു കളയുമ്പോൾ ആരുടെ അടുത്ത് പൊങ്ങും? നീതിമാന്മാരുടെ കൊമ്പുയരും. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച്, കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിച്ച്, ഹല്ലേലൂയ, വീട്ടിൽ പറമ്പുള്ളവർ ശ്രദ്ധിച്ച്, ചില വൃക്ഷത്തിന്റെ കൊമ്പ് നമ്മൾ വെട്ടിവിടും. കാരണം അതിന്റെ താര വേറെ ചിലത് വളരുന്നുണ്ട്. ഇത് കാരണം അത് ചൂടലായിരിക്കും. ഹല്ലേലൂയ. ഈ മര സീസണിൽ ഹല്ലേലൂയ റോഡിലേക്ക് വീട്ടിലേക്കൊക്കെ ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റും. കാരണം നാളുകളിൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ, മറ്റുള്ളവർക്ക് സുരക്ഷിതമാകാൻ ഇന്ന് പകൽ ഒരു ദൂത് ചിലരോട് വിളിച്ചു പറയാ, നിന്റെ ലൈഫിൽ മുൻ അത് തന്നെ കാണിക്കും. ചേഞ്ച് ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ഐ വിൽ കട്ട് ഓഫ്. ഹല്ലേലൂയ. ഞാൻ അതിനെ കട്ട് ഓഫ് ചെയ്യും, ഞാൻ അതിനെ തട്ടിമാറ്റും, അതിനെ വെട്ടിമാറ്റും. ഇന്ന് പകൽ ഇവിടെ സ്റ്റേജ് മുതൽ ദൂത് പറയാ, ഇത്രയും ദിവസം നിന്റെ ജീവിതത്തിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ചില രോഗശക്തികൾ, ചില ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവം അത് കട്ട് ഓഫ്, മുറിച്ചു മാറ്റും. ദുഷ്ടന്മാരുടെ കൊമ്പ് ഒന്ന് ആരാധിച്ചേ.
കുറച്ച് ദിവസമായി നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറകളിട്ട് ബന്ധിച്ച കയറുകൾ ഇന്ന് പകൽ മുറിച്ച് മാറ്റാൻ പോവുക. നിന്റെ ഭാവിയെ ബന്ധിച്ചത് ഇന്ന് കട്ട് ഓഫ് ആവാൻ പോവുക. ചില രോഗശക്തികൾ നിന്റെ കുടുംബത്തിൽ നിന്ന് കട്ട് ഓഫ്. ആരാധിച്ചോ? The power of God. Let's move this place. ആരാധിച്ചെടുത്തു. നിന്റെ ജീവിതത്തിൽ നിന്ന് ചില കട്ട് ഓഫ് ആവാൻ പോയ. നിന്റെ തല ഉയരാതെ, നിന്റെ കൊമ്പ് ഉയരാതെ പിശാച് പടർന്ന് പന്തലിച്ച ചില കൊമ്പുകൾ, ചില പോരാട്ടങ്ങൾ, ചില രോഗങ്ങൾ, ചില ബാധകൾ ഇന്ന് മുറിച്ചു മാറ്റുക ദൈവം. കട്ട് ഓഫ്. Jesus. ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് പകൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ ജീവിതത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന, എന്നെ ദാരിദ്ര്യത്തിലാക്കുന്ന, എന്റെ കുടുംബത്തിൽ അസമാധാനം കൊണ്ടുവരുന്ന ദുഷ്ടന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റണം. ഇന്ന് നിങ്ങൾ ആരാധിക്കുമ്പോ ദൈവകരത്താൽ കട്ട് ഓഫ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ ചിലത് മുറിഞ്ഞു മാറട്ടെ. മോനെ പ്രാർത്ഥിച്ചു. നിന്റെ ലൈഫിൽ ചിലത് പടർന്ന് ദുഷ്ടൻ പന്തലിച്ചു വെച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ കട്ട് ഓഫ്. വിട്ടുകൊടുത്ത് ആരാധിച്ചോ. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറച്ചു നാളായി ദൈവത്തിന്റെ വഴിയെടുത്താൽ നിന്നോട് ദൂത് പറയുന്നു, ആ വഴിയിലേക്ക് ഇനി പടർന്നു പന്തലിക്കാൻ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വഴിയിലേക്ക് നീ കയറിയാൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ചില ഈ സാത്താനിയ കൊമ്പുകളെ ദൈവം കട്ട് ചെയ്ത് മാറ്റാൻ പോയോ. പ്രാർത്ഥിച്ചോ. പ്രേ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാന്ന്. അത് ഇന്ന് പകൽ ഈ ആരാധന മുറിയപ്പെടുകയോ. കരമടിച്ച് പ്രാർത്ഥനയോടെ ചിലത് കട്ടാകട്ടെ, ചിലത് കട്ട് ഓഫ് ആകട്ടെ, ചിലത് കട്ട് ഓഫ് ആവട്ടെ. രോഗബാധകൾ കട്ട് ഓഫ് ആവട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ചില രോഗബാധകൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ പോരാട്ടങ്ങൾ ഇന്ന് പകലത്തെ ആരാധനയിൽ മുറിയപ്പെടട്ടെ. ശരീരത്തെ ഉദരത്തിൽ ലോ ടച്ച്. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ശക്തമായി പ്രാർത്ഥിച്ചോളാം. ദൈവാത്മാവ് പറയുന്നു, ചിലതൊക്കെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് വെട്ടി മാറ്റുന്ന പോലെ കട്ട് ഓഫ് ആക്കാൻ ചില ദുഷ്ടന്റെ കൊമ്പുകൾ ലൈഫിന്റെ മീതെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. മകളെ, നീ കാണാൻ പോവുക നിന്റെ ഉള്ളിലെ അഭിഷേകത്തിനവേ ദൈവത്തിന്റെ കരം തൊടാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ഇന്നത്തെ ആരാധനയിൽ ദൈവം ചിലതിനെ മുറിച്ച് മാറ്റുന്നതാ. വലിയ ദൈവസാന്നിധ്യത്തിൽ ചലിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം ചിലതൊക്കെ മുറിച്ച് മാറ്റാൻ പോവുക. ആരുടെ ഈ ട്രാക്കിലേക്ക് കയറുന്ന, ദൈവത്തിന്റെ വഴിയിലേക്ക് കയറുന്നതിന്റെ ആ വഴിയിൽ പടർന്നു പന്തലിച്ച് നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അത് ദൈവം മുറിച്ചു മാറ്റും. അത് നിങ്ങളുടെ വിഷയം ഏതാ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവിടെ ദൈവം ചെയ്യും. അത് മാറിയുമ്പോൾ നിന്റെ തല
ദൈവം ഉയർത്തും. Hallelujah. അല്ലാതെ ഇരിക്കുന്നോണ്ടാ ഇത്രയും നാൾ ഉയരാൻ പറ്റാത്തത്. നീ ട്രാക്ക് മാറ്റി ദൈവത്തിന്റെ വഴിയിലേക്ക് വന്ന നമ്മൾ പറയത്തില്ലേ, പിന്നെ NH പ്രോപ്പർട്ടിയാ, പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാ, പിന്നെ അതിന്റെ അകത്തൊന്നും പറന്നു പന്തലിക്കാൻ ഉദ്യോഗസ്ഥർ അനുവദിക്കത്തില്ല. ഇത് സ്വർഗത്തിന്റെ വഴിയാ. ഇതിന്റെ അകത്ത് മറ്റവന്റെ പരിപാടി നടക്കത്തില്ല. ദുഷ്ടന്റെ കൊമ്പ് ദൈവം മുറിക്കും. ബൈബിളിലുടനീളം അത് കാണാം. സങ്കീർത്തനഗാനം 25 എടുക്കണ്ട, 25:4 അതാ പറയുന്നത്. സങ്കീർത്തനം 25, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണേ. ദൈവമേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണേ, നിന്റെ പാതകളെ എനിക്ക്. ഒരു കാര്യം മനസ്സിലായി, ഇനി ശ്രദ്ധിച്ചേ, ഇനി മെസ്സേജ് തുടങ്ങാം. ദൈവത്തിന്റെ വഴിയുണ്ട്. പിശാചിന്റെ വഴിയല്ല, നമുക്ക് തോന്നുന്ന വഴികളല്ല, ദൈവത്തിന്റെ വഴി. ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് ദൈവ വഴി എടുക്കണം, അതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്താ? എല്ലാ വചനവും എടുത്ത സമയം ഞാൻ പറഞ്ഞു പോകാം. യെശയ്യാവ് 55:8-9 വചനം പറയുന്നു, നിന്റെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴി, നിന്റെ വഴിയല്ല എന്റെ വഴി. അപ്പൊ ദൈവം എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ വഴികൾക്ക് ഒരു പരിധിയുണ്ട്, നമ്മുടെ ബുദ്ധിക്കപ്പുറം. ബുദ്ധിക്ക് അവിടെ കൊണ്ട് നിൽക്കും. എന്നിട്ട് യെശയ്യാവ് 55:9 പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാൾ ഉയർന്നിരിക്കുന്നു. ഈ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാൾ ഉയർന്നിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത എല്ലാത്തിനും ഇത് ഉയർന്ന വഴിയാണ്. നമ്മുടെ പ്ലാനിനും നമ്മുടെ ചിന്തയ്ക്കപ്പുറം ദൈവത്തിന്റെ വഴി ഉന്നതമായ വഴിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇട്ടാവട്ടത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം അതാ പറയുന്നത്, നിന്റെ വഴിയല്ല എന്റെ വഴി. ദൈവത്തിന്റെ വഴിയിൽ അത്ഭുതമുണ്ട്. ദൈവത്തിന്റെ വഴിയിൽ ചില ദുഷ്ടന്റെ കൊമ്പുകൾ കട്ട് ഓഫ് ആയിരിക്കും. അപ്പൊ ബൈബിളിലുടനീളം സങ്കീർത്തനത്തിലും ഭക്തന്മാര് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ദൈവമേ നിന്റെ വഴി എനിക്ക് കാണിക്കണമേ, എനിക്ക് നിന്റെ വഴിയിൽ നടക്കണം. കാരണം വഴിയും സത്യവും ജീവനും ആരാണ്? നമ്മുടെ യേശു കർത്താവാണ്. അങ്ങ് നിത്യത വരെ എത്തിക്കുന്ന വഴി ആരുടേതാണ്? യേശു ക്രിസ്തുവിന്റെ വഴിയാണ്. വഴിയായവനാണ് നമ്മുടെ കർത്താവ്. ഈ ഭൂമിയിൽ ഒരു വിഷയത്തിന് മാത്രമല്ല, അങ്ങ് എത്താണല്ലോ നിത്യത വരെ എത്തിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. അതുപോലെ ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത സങ്കീർത്തനം 128:1, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ബ്ലെസ്സഡ് മാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ വഴി നടക്കുന്നവൻ ആരാണ്? അനുഗ്രഹിക്കപ്പെട്ടവൻ, ഭാഗ്യവാനാണ്, ബ്ലെസ്സഡ് ആണ്. സങ്കീർത്തനം 77:13, Psalm 77:13, ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു. ഹോളി. നിന്റെ വഴി എന്താണ്? വിശുദ്ധമാകും. ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത എന്താ? വിശുദ്ധമാണ്, ഉയർന്നിരിക്കുന്ന, നന്മയുടേത്, അനുഗ്രഹിക്കപ്പെട്ടതിന്റെ, വിശുദ്ധമായതാണ് ദൈവത്തിന്റെ വഴി. ആ വഴി എടുക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. പക്ഷേ അന്നും ഇന്നും ദൈവജനത്തിന്റെ പ്രത്യേകത, വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ വഴി വിട്ടുമാറും. ദൈവത്തിന്റെ വഴി വിട്ടുമാറും. ഏറ്റവും ഉദാഹരണം ഇസ്രായേൽ ജനമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ച വിടുതൽ കൊണ്ടുവന്ന വഴികൾ. 400 പരം വർഷം അടിമത്തത്തിൽ കിടന്നു. പക്ഷെ അവിടുന്ന് കൊണ്ടുവന്നത് സൂപ്പർ നാച്ചുറൽ വേയാ. ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാതെ. എന്നും ഈ അനുഭവത്തിൽ കിടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നവനെ ദൈവം കൊട്ട വിട്ട് പുറത്തു കൊണ്ടുവന്നു. അധ്വാനത്തിൽ നിന്ന് മാറ്റി, ചെങ്കടലിനെ വിഭാഗിച്ചു, യോർദാനെ മാറ്റി, നന്മകൾ കൊടുത്തു, കൂടാരത്തിന് മുമ്പിൽ മന്ന പൊഴിച്ചു കൊടുത്തു, ഇറച്ചി വേണമെന്നപ്പോ കാടകളെ പറപ്പിച്ചു കൊണ്ട് നിർത്തിക്കൊടുത്തു. ഇതെല്ലാം ദൈവം ചെയ്തു. അസാധാരണമായി വഴി നടത്തി. പക്ഷേ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവര് ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങി. അതിന്റെ 81:13 വായിച്ച സങ്കീർത്തനം 81:13,
അയ്യോ എന്റെ ജനം അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും എന്റെ വാക്കുകൾക്ക് ഇസ്രായേൽ എന്റെ വഴിയിൽ നടക്കുകയും ആ ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ആമേൻ. പറഞ്ഞ ശ്രദ്ധിച്ചേ, എന്റെ ജനം എന്റെ വാക്കൊന്ന് കേട്ടാങ്കി, അയ്യോ എന്റെ ജനം എന്റെ വഴിയിലൊന്ന് നടന്നാങ്കി കൊള്ളായിരുന്നു. അവൻ ദൈവത്തിന്റെ വഴിയിലേക്ക് പോകാതെ വിടുതലും നന്മയും കിട്ടിയപ്പോ വഴി മാറ്റി. പക്ഷെ ദൈവം വേദനിക്കുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ ട്രാക്ക് തെറ്റുമ്പോ ദൈവം വേദനിക്കുന്നുണ്ട്. ദൈവം അന്യരായി പരദേശിയായി പാപത്തിലും ഇരുട്ടിക്കിടന്ന നമ്മെ, ചേച്ചുകൂടി കിടന്ന നമ്മെ അവിടുന്ന് വലിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയിട്ട് അവിടെ കൊണ്ട് തീരാനല്ല, മുന്നോട്ടൊരു യാത്രയാണ്, മുന്നോട്ടൊരു ഓട്ടമാണ്, അവന്റെ വഴിയിൽ നടക്കാനാണ്. ആമേൻ. പക്ഷെ ആ വഴി മാറുമ്പോ ദൈവം വേദനിക്കുന്നു. അതാ പറയുന്നത്, അയ്യോ എന്റെ ജനം എന്റെ വഴിയിൽ. നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ കർത്താവിനെ അറിയാൻ ഇട വന്നു, ഇനി നിന്റെ വഴി എന്നെ കാണിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, നിന്റെ ഹിതം എന്താണ് അത് കാണിക്കണം. നിന്റെ പദ്ധതി എന്താണ് അത് കാണിക്കണം. ജീവിതത്തിന്റെ പ്രത്യേകിച്ചും നിർണായക സ്റ്റേജുകൾ വരുമ്പോ വേറൊന്നും ചിന്തിക്കരുത്. നമ്മുടെ എന്തെങ്കിലും നേട്ടമല്ല ചിന്തിക്കേണ്ടത്. കർത്താവേ, നിന്റെ വഴി കാണിക്കണേ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാമോ? കർത്താവ് എൻ്റെ മേൽ, എൻ്റെ ഭാവിയുടെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ ഇഷ്ടമല്ല, ദൈവമേ നിന്റെ വഴി. ഞാൻ ഉറപ്പ് തരാം, ദൈവത്തിന്റെ വഴി കാണിച്ച് നടന്നാൽ ഇടയ്ക്ക് പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നിയാലും ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവന്നു, കൊട്ടവിട്ടൊഴിഞ്ഞ് ഹല്ലേലൂയ കട്ടച്ചൂളയുടെ ചൂടേറുന്ന അനുഭവത്തിൽ നിന്നും ജോലിയിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്ന ദൈവം കാണിച്ച, മോശയെ നിർത്തി കാണിച്ച വഴിയിൽ കൂടെ ഹല്ലേലൂയ മുന്നോട്ട് പോകുമ്പോൾ മുമ്പിൽ ചെങ്കടൽ വന്നു. ഒത്തിരി ഭാരപ്പെട്ട് കാണാം. കാരണം എല്ലാവരും ചോദിച്ചു, ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ തീർക്കാനാണോ? എങ്കിൽ അവിടെ കിടന്നങ്ങ് മരിച്ചാ പോരെ. ഹല്ലേലൂയ. മരുഭൂമിയിൽ തീരാൻ പോകുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുതിരകളുടെ രഥങ്ങളുടെ കൊളമ്പടി ശബ്ദം കേൾക്കുന്നു. കാരണം എവിടുന്നാണോ ഇറങ്ങി വന്ന ഫറവോന്റെ ശക്തികൾ തിരിച്ചു പിടിക്കാനായി അവർ ഹല്ലേലൂയ പിടിക്കും, നശിപ്പിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഒരു കൂട്ടര് പുറകെ വരുന്നു. മുന്നോട്ട് ഒരടി വെക്കാൻ പറ്റാതെ ഹല്ലേലൂയ ചെങ്കടലിന്റെ വെള്ളത്തിൽ നിൽക്കുന്നു. എന്തും ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഞാൻ ഇതുപോലെ ഒരു ദൂത് പറയാം. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ വാക്ക് കേട്ടും നിയോഗം കേട്ട് നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ എന്തൊക്കെയോ നിന്നെ പിടിച്ച് പരേതയിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികൾ തോന്നിയാലോ, നിന്റെ മുമ്പിൽ അടഞ്ഞു നിന്നാലോ, ഞാനൊരു കാര്യം പറയാം, ദൈവം പറഞ്ഞിട്ടാണോ നീ ഇറങ്ങി തിരിച്ചത്, അവസാന മിനിറ്റിലും വഴി തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നിന്നെ നേരത്തെ കേട്ടതുപോലെ നിന്നെ ലജ്ജിപ്പാൻ നീ തല താഴ്ത്തി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ അങ്ങനെ കാണിച്ച്? ചിലപ്പോൾ പ്രതിസന്ധി വന്നത് ഭാരപ്പെടണ്ട. നീ കണ്ട പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൂടെ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും. കണ്ട ചെങ്കടലിന്റെ മുമ്പിൽ നടുക്കുവിൽ കൂടെ ചെങ്കടലിനെ മാറ്റിവെച്ച് ദൈവം ഒരു വഴി തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വഴിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവരെ പിടിക്കാൻ വന്ന ശത്രുവും കൂട്ടരും ഫറവോനും അതിന്റെ രഥങ്ങളും കൂട്ടരും ദൈവം തുറന്ന വഴിയിൽ അവര് കയറാൻ നോക്കി. ദൈവം കട്ട് ഓഫ് ചെയ്തു. ആ ചെങ്കടലിൽ മുങ്ങിപ്പോയി ശത്രു. ശ്രദ്ധിച്ചേ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദൂത് പറയാ. ചിലരോടുള്ള ദൂത, ചിലരത് പിടിച്ചോണം. ഹല്ലേലൂയ. എന്തോ പാസ്റ്റർ, എന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി, മുമ്പിലോട്ട് നോക്കുമ്പോൾ ഒരടി വെക്കാൻ പറ്റുന്ന ചെങ്കടല്, ഇപ്പോ എന്നെ വല്ലാത്ത രീതി പിടിക്കാൻ വരുന്ന ഇരുട്ടിന്റെ ശക്തികൾ, അവരോടുള്ള ദൂത് പറയാം. ബൈബിളിൽ നിന്നും എന്റെ അനുഭവത്തിൽ നിന്നും പറയാം. ഇത് ഇങ്ങനെ ഒരു പ്രതിസന്ധിക്കകത്ത് ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ച് തരാം. അധികം താമസിക്കാതെ വഴി തുറക്കുക മാത്രമല്ല, ആ ശത്രു എന്നേക്ക് മുങ്ങിപ്പോകുന്ന ഒരു പ്ലാൻ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നല്ല ദൈവത്തിന് മഹത്വം കരറ്റിയേ. എന്തോ അങ്ങനെ ദൈവം ചെയ്യാൻ പോകും.
നശിക്കാമെങ്കിൽ ചിലതിനെ ദൈവം കട്ട് ഓഫ് ചെയ്യും. Amen. അവൻ ചെങ്കടലിൽ ഒന്ന് കയറാൻ വേണ്ടി ദൈവം കാത്തിരിക്കുക. അവൻ ആ ട്രാക്കിലിട്ട് ഒന്ന് വരട്ടെ, നിന്റെ പിന്നാലെ വന്നോട്ടെ, കുഴപ്പമില്ല. ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഒരു കട്ട് ഓഫ് വെട്ടി ദൈവം മാറ്റാം. ഫറവോനെ കൂട്ടരെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞപ്പോ മിരിയാം തപ്പെടുത്താർത്തു. അവൻ സകലത്തെ മുക്കിക്കളഞ്ഞു. നീയും തപ്പെടുത്താർക്കുന്ന പോലെ സ്തുതിക്കാൻ ദൈവം ഒരു വക ഒരുക്കും. Hallelujah. Oh, Jesus. Amen. 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 Receive in the name of Jesus. Hallelujah. Oh, ദൈവം പറയുന്നു, എന്റെ ജനം എന്റെ വഴി നടന്നായിരുന്നെങ്കിൽ. എന്നിട്ട് ആ വാക്യം പൂർത്തിച്ച് 14-15 സങ്കീർത്തനം 81 അതൊന്ന് വായിക്കുന്നില്ല. എന്നാൽ ഞാൻ വേഗത്തിൽ ഒരു ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. കണ്ടോ, എന്റെ വഴി നടന്നായിരുന്നെങ്കിൽ ഞാൻ വേഗത്തിൽ ഒരു ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. വേഗത്തിൽ കീഴടങ്ങും. ഉറക്കെ പറ, വേഗത്തിൽ കീഴടങ്ങും. എവിടെ കീഴടങ്ങും? ദൈവത്തിന്റെ വഴി നടക്കുമ്പോ. അടുത്തത്, അവരുടെ വഴികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. കണ്ടോ, അവരുടെ വഴികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. ശത്രുവിന്റെ നേരെ എന്റെ കൈ തിരിയും. ദൈവത്തിന്റെ കൈ തിരിഞ്ഞാൽ ചിലത് വെട്ടി മാറും. അടുത്തത്, യഹോവയെ ഭയക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. ദൈവജനത്തിന്റെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. ഇനി 16, അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. അപ്പൊ ഈ നിമിഷങ്ങളിൽ ഇതൊന്നും ഇല്ല. കാരണം ദൈവത്തിന്റെ വഴി എന്ത് ചെയ്തു? വിട്ടുമാറി. അപ്പൊ ദാവീദും ഭക്തന്മാരുടെ പ്രാർത്ഥന, ദൈവം നിന്റെ വഴി എന്നെ. ഇന്ന് പകൽ ഈ ചർച്ചന്റെ അകത്തിരിക്കുന്ന എല്ലാവരും, കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കണേ, നിന്റെ പാതകളിൽ എന്നെ ഒന്ന് നടത്തണമേ. കർത്താവ് പറയാ, അങ്ങനെയാണ് ഇവരുടെ ശുഭകാലം നിന്നേനെ. മേൽച്ചരമായി കൊണ്ട് ഞാൻ പോഷിപ്പിക്കും. പാറയിൽ നിന്ന് തേൻ കൊണ്ട് പാറ തുറന്ന് ഉറവകൾ കൂടെ ഏറ്റവും മേൽച്ചരമായി കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാ. എവിടെ? ദൈവത്തിന്റെ വഴിയിൽ. ദൈവത്തിന്റെ വഴിയിൽ എന്തുണ്ട്? അതുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ അനുസരിക്കാതെ മാറി നടന്നു. അപ്പൊ ചില വഴികൾ നമ്മൾ എന്ത് ചെയ്യരുത്? എടുക്കരുത്. ഇസ്രായേൽ ജനത്തിന്റെ വഴി എടുത്തു. അവർ കണ്ണിൽ കണ്ടതും വിഗ്രഹത്തെ ആരാധിച്ചു, ജാതികളോട് ഇടകലർന്നു, തമ്മിൽ കണ്ട വഴിയെടുത്തു, ദൈവത്തിന്റെ വഴി വിട്ടുമാറി. അതുകൊണ്ട് അവർക്ക് ഒത്തിരി നഷ്ടമായി, പ്രവാസത്തിലായി, അടിമത്തത്തിലായി, ഒത്തിരി നാശങ്ങൾ സംഭവിച്ചു. പക്ഷെ വീണ്ടും ദൈവം സ്നേഹിക്കുന്നു പറയും, ഓ എന്റെ ജനം ഇനിയെങ്കിലും എന്റെ വഴിയിലൊന്ന് ഒന്നായിരുന്നെങ്കിൽ. ഇത് പകൽ നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ജീവിതയാത്ര, കർത്താവേ നിന്റെ ഹിതം പോലെ നിന്റെ വഴിയിൽ എന്നെ നടത്തണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ചില ദൈവം വെളിപ്പെടുത്താൻ പോവാ. ദൈവത്തിന്റെ വഴിയിൽ എന്നെ നടത്തണം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, യൂദ 1:11 എടുത്ത്. യൂദ എല്ലാരും വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഒരാൾ അമ്മച്ചി ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ എന്തായാലും കുഴപ്പമില്ല, യേശുവിനെ തള്ളി പറഞ്ഞ മനുഷ്യനാണെങ്കിലും ചാവുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ട് ചത്തല്ലോ. യൂദ. ആ യൂദയല്ല ഇത് വേറെ യൂദയാണ്. ഹല്ലേലൂയ. കാരണം അമ്മച്ചി അതുവരെ കേട്ടിട്ടില്ല. ഈ വെളിപ്പാട് പുസ്തകമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇത് അടഞ്ഞിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം തൊട്ട് മുമ്പ് എടുത്തേ നമ്മള് തമാശയായിട്ട് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാവാൻ വേണ്ടി ഒരു മിനിറ്റ് എല്ലാവരും എടുത്ത്. ജൂഡ് 11 എല്ലാവരും എടുത്തോ? വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് മുമ്പ്. ഇനി വായിച്ച്. കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത യൂദ 1:11 വായിക്കുന്നത്. അവർക്ക് അയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും. അവർക്ക് അയ്യോ കഷ്ടം. അവരെന്ത് ചെയ്യണം? ഏതൊക്കെ വഴിയാ? കൈയിന്റെ വഴിയിൽ നടക്കുകയും ബിലെയാമിന്റെ വഞ്ചനയിൽ കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ആണോ? ട്രാക്ക് മാറി വഴിയെടുത്ത ചിലരുടെ ഉദാഹരണം പറയാം. ഈ വഴി നമ്മൾ ഒരിക്കലും പോകരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇസ്രായേൽ ജനത്തിനൊരു വഴി സംഭവിച്ചു, ഒരു വഴി മാറി. ഈ പുതിയ നിയമത്തില് ലേഖനം എഴുതുമ്പോ ദൈവദാസൻ ഓർപ്പിക്കുകയാണ് ദൈവസഭകളോട്, നിങ്ങളും എന്ത് ചെയ്യരുത്? ഈ അബദ്ധങ്ങൾ പറ്റരുത്, ചില വഴി എടുക്കരുത്. അത് ബൈബിൾ പഴയ നിയമത്തിലെ കുറെ വഴികളാണ് പറയുന്നത്. അതിലൊന്നാണ്
അയ്യോ കൈന്റെ വഴിയിൽ നടക്കരുത്, കൈന്റെ വഴി എടുക്കരുത്. എന്താ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോ അറിയാം എന്താ കൈന്റെ വഴി അറിയാന്നോട് പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ എന്താ കിടക്കുന്നേ? സഹോദരന്റെ കൂടെ. പെട്ടെന്ന് ഒരു 4 എടുത്ത് മനസ്സിലാവാൻ വേണ്ടിയാ, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. 4 ഒന്നോട്ട് പെട്ടെന്ന് വായിച്ചു. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു. അവർ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. അപ്പൊ കയീനും അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനും ആയിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. കയീൻ നിലത്തെ അനുഭവം കൊണ്ട് യഹോവയ്ക്ക് ഒരു വഴിപാട് ആരാധനയ്ക്ക് പോയി. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടഞ്ഞൂലുകളിൽ നിന്നും അവരുടെ മേധസ്സുകളിൽ നിന്നും തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് മുതൽ എന്തുണ്ട്? ആരാധനയുണ്ട്, ദൈവത്തിന് വഴിപാടുണ്ട്, ദൈവത്തെ ആരാധിക്കണം. അതിന് യാതൊരു മാറ്റവും ഇല്ല. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തെ ആരാധിക്കുന്നതിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞേ. അത് പാസ്റ്റർ ഞായറാഴ്ച രാവിലെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയ പരിപാടിയല്ല. ഇത് പിതാക്കന്മാരായ പണ്ടേ ഉള്ളതാ. കർത്താവ് ഉൽപ്പത്തി പുസ്തകം മുതലേ ഉള്ളതാ. എങ്ങനെ വന്നെന്നാ വഴിപാടായി, ഓഫറിംഗ് ആയി വന്ന ദൈവത്തെ എന്ത് ചെയ്താണ്? ആരാധിച്ച്. ബഹുമാനമാണ്. സതീഷ് വാക്യല്ലേ, നിന്റെ വിളവിന്റെ ആദ്യ ഫലം ദൈവം. അതൊരു നമ്മുടെ ഹോണറിങ്, ബഹുമാനത്തെ കാണിക്കുന്നതാണ്. ബഹുമാനത്തെ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. പക്ഷെ നമ്മളാരും കൊടുക്കുമ്പോഴും പിടിക്കുമ്പോഴും ഓഫറിങ്ങിന് ഇടുമ്പോഴും അങ്ങനെ കൊടുക്കാൻ മൈൻഡിൽ അങ്ങനെ ആ സമയത്ത് വരത്തില്ല. പക്ഷെ ആ ഒരു ബഹുമാനത്തോടെ, ദൈവ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഹോണർ ചെയ്ത് ബഹുമാനത്തോടെ നമ്മൾ മനസ്സിൽ അത് കൊടുക്കുക. അതാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് വായിച്ചു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പക്ഷെ ദൈവ ഹാബേലിലും വഴിപാടിലും പ്രസാദിച്ചു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന്റെ വഴിപാടിൽ ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നാൽ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാമെന്ന് ട്രിക്ക് പറഞ്ഞു. കണ്ടോ, വഴി മാറുന്നുണ്ടോ? എന്ത് വന്നു? ദൈവം ആരാധന പ്രസാദിച്ചില്ല, ദൈവത്തിന് വേണ്ട ഹിതപ്രകാരം കൊടുത്തില്ല. അവനിൽ തന്നെ ഒരു പ്രസാദമല്ല. ദൈവം കയീനിലും അവന്റെ യാഗത്തിലും എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. ദൈവം ആദ്യം എവിടെ പ്രസാദിക്കണം? ദൈവം പ്രസാദിച്ചില്ല. അപ്പുറത്ത് അവന് ദേഷ്യം, അവനൊരു വൈരാഗ്യം, സഹോദരനോടൊരു ഇത്. എവിടെ തുടങ്ങി ആരാധന? അപ്പൊ അതൊക്കെ ക്ലിയർ ആയില്ല. സത്യം പറയും, ഈ വർഷിപ്പ് ക്ലിയർ ആയില്ലെങ്കിൽ സകലതും ക്ലിയർ ആവില്ല. പല വഴികൾ എടുക്കാൻ തോന്നും, നെഗറ്റീവ് തോന്നും. ഹല്ലേലൂയ. സഹോദരനോട് ദേഷ്യം തോന്നുന്നു, ആരാധന ക്ലിയർ ആയില്ല. അപ്പൊ നമ്മുടെ ജീവിതം, നമ്മുടെ ആരാധന ദൈവത്തിന് നമ്മെ തന്നെ യാഗമായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴേ പൂർണ്ണ യാഗമാവും. ഇവന് ദേഷ്യമായി. പെട്ടെന്ന് വായിച്ചോ. നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്നെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. കണ്ടോ, ആദിമ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച തലമുറയാ, എങ്ങനെ ആവേണ്ടവരാ. പക്ഷെ സംഭവിച്ചെന്താ? വരി ട്രാക്ക് മാറ്റി. അതാ കയ്യിന്റെ വഴി നീ എടുക്കരുത്. നിമിഷ നേരം കൊണ്ട് സംഭവിച്ചു. ആദ്യത്തെ മരണം നടന്നു. സ്വന്തം സഹോദരനെ വയലിലോട്ട് കൊണ്ടുവന്ന് രഹസ്യത്തിൽ കൊണ്ടുവന്ന് അടിച്ച് കൊന്നു കളഞ്ഞു. ആരും കാണത്തില്ല. പക്ഷെ ദൈവം ചോദിച്ചു, പറഞ്ഞു മനസ്സിലായോ? ഈ വഴി നീ എന്ത് ചെയ്യരുത്? എടുക്കരുത്. ദൈവത്തിൽ പ്രസാദിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ നീ ഏറ്റു. അല്ലെ ദൈവം പ്രസാദിച്ചില്ല, അടുത്ത ദിവസം നിനക്ക് വീണ്ടും ദൈവസന്നിധിയിൽ തിരുത്തിക്കൊണ്ട് വന്ന് ദൈവം പ്രസാദിക്കും. പക്ഷെ പകരം അസൂയ കയറി, പക കയറി, സ്വന്തം വഴി തീരുമാനിച്ചു. ഞാനെന്ന ഭാവമായി, ജ്യേഷ്ഠനായി എന്നെ അംഗീകരിച്ചില്ലല്ലോ, ഇതൊക്കെ അങ്ങോട്ട് കേറിയപ്പോ പകയായി, നാശമായി മാറി. അടുത്ത യൂദ പറഞ്ഞൊരു കാര്യമുണ്ട്. കൂലി ചോദിച്ച് ബിലെയാമിന്റെ വഞ്ചന. ദൈവത്തിന്റെ പ്രവാചകൻ നിന്നതാ. ഇസ്രായേലിനെ ശപിക്കാൻ പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ബലാക്ക് രാജാവ് പറഞ്ഞു ശപിക്കാൻ പറഞ്ഞു. പക്ഷെ ശപിച്ചില്ല. കാരണം ഇസ്രായേലിന് ആഭിചാരോ ശാപൊന്നും ഏക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവനൊരു വഴി കൊടുത്തു. എങ്ങനെ ഇസ്രായേലിനെ നശിപ്പിക്കാം? ഇസ്രായേൽ വിശുദ്ധമായി നിൽക്കുന്നതുകൊണ്ട് ഇവരെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പകരം ജാതികളോട് ഇവിടെ കലകടന്നാൽ
ഇവര് സമ്മിശ്ര വിവാഹമൊക്കെ നടന്നാൽ ഇവർ അശുദ്ധമാവും, അങ്ങനെ ഇവരെ നശിപ്പിക്കാം എന്നൊരു ആലോചന കൊടുത്തു. ദുഷ്ട വഞ്ചനയുടെ ആലോചന, സീക്രട്ട് പറഞ്ഞു കൊടുത്ത് ദൈവനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതൊരു റോങ് ആണ്. ഡയറക്റ്റ് ഒന്നും ചെയ്തില്ല, പക്ഷെ ശത്രുവിനോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഞാൻ ഡയറക്റ്റ് അവരെ പോയി ശപിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? കൂലി ചോദിച്ചും മോഹിച്ചും എന്തിനൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ ട്രാക്ക് മാറിയാൽ അത് നാശമായി മാറും. അടുത്തതാണ് കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു. യൂദ 1:11 വായിച്ചത്. എന്താണത്? കോരഹൻ. നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ സമയം പോകുന്നത് എടുക്കുന്നില്ല. മോശയോടും അഹനോടും നേതൃത്വത്തോടും ഉള്ള വെല്ലുവിളി, റിബൽ, ഞാനെന്ന ഭാവം, എന്നെ എന്നൊക്കെ അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ആ വഴിയിലും എന്താണ്? നാശമാണ് സംഭവിച്ചത്. അപ്പൊ ഇങ്ങനത്തെ വഴി നമ്മൾ എടുക്കരുത് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പകരം നാം എന്ത് ചെയ്യണമെന്നറിയാമോ? നാം ദൈവത്തിന്റെ വഴി നടക്കാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിലേ ഓരോ ദിവസം വഴി നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ? ഇനി 1-2 വചന സങ്കീർത്തനം ഞാൻ വായിക്കും, പെട്ടെന്ന് അത് എടുക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. സങ്കീർത്തനം 37:5, Psalms 37:5. ഈ വാക്കുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം. നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കാം, അവനെ തന്നെ ആശ്രയിക്കാം, അവൻ അത് നിർവഹിക്കും. കണ്ടോ? നിന്റെ വഴിയിൽ എന്ത് ചെയ്യണം? ദൈവത്തിൽ പരമേൽപ്പിക്കാം, ആശ്രയിക്കാം, അവൻ നിവർത്തിക്കും. സങ്കീർത്തനം 143:8, Psalms 143:8, 143:8. 143:8. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എന്റെ ഉള്ളം നിങ്കലേക്ക് ഉയർത്തുന്നുവല്ലോ. കർത്താവേ, രാവിലെ നിന്റെ ദയ എന്നെ സപ്പോർട്ട് ചെയ്ത് വായിച്ച പറഞ്ഞേ, നിങ്ങൾ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണമേ. എന്നെ അറിയിക്കണമേ. കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണമേ. എന്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. അങ്ങനെ നമ്മൾ സമർപ്പിച്ച ദൈവം പറഞ്ഞ ആലോചന എന്താണെന്നറിയാമോ? സങ്കീർത്തനം 32:8, Psalms 32:8. സങ്കീർത്തനം 32:8 വചനം വായിക്കുന്നു, ശ്രദ്ധിക്കുക. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം ദൈവസന്നിധി നീ ഏൽപ്പിച്ചു കൊടുത്താൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിന്നെ ഉപദേശിച്ച് ദൈവം വഴി നടത്തും. നീ നടക്കേണ്ട വഴി ദൈവം നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞാൽ ഇങ്ങനെ നോക്കും, മോനെ ഇടത്ത് വലത്ത്. ഹല്ലേലൂയ. നമ്മളൊരു വണ്ടിയില്, ബൈക്കില്, കാറില് ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ സംഭവം എന്തോ, മേളിൽ നിന്ന് സാറ്റലൈറ്റ് പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരിക, ഈ മുന്നോട്ട് പോകരുത്, ഇടത്തെടുക്ക്, വലത്തെടുക്ക്, ഹല്ലേലൂയ, യു-ടേൺ എടുക്ക്, ഹല്ലേലൂയ. മേളിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നമ്മുടെ GPS മാപ്പിൽ കൂടെ നമ്മളെ കാണുന്നുണ്ട്, ഹല്ലേലൂയ, അതിന്റെ മൂവ്മെന്റ് കാണുന്നുണ്ട്. ഇടത്തും വലത്തും ഒരാൾ പറഞ്ഞു തരുന്ന പോലെ നിന്നോട് ഇന്ന് പകൽ ദൂത് പറയുന്നു, നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. ഇന്ന് പകൽ ചിലതിനോട് പരിശുദ്ധമ പറയാ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാം. ദൈവം വിശ്വസ്തനാണ്. നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ നിന്റെ വഴി ദൈവത്തിലേക്ക് ഫലമേൽപ്പിച്ചാൽ ദൈവം അത് ചെയ്യും. ഇനി യെശയ്യാപ്രവചനത്തിന്റെ 2 വാക്ക്, അതിന്റെ 30:21, അതിനുശേഷം 48 വായിക്കണം. യെശയ്യാപ്രവചനം 30-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. യെശയ്യാവ് 30:21. യെശയ്യാപ്രവചനം 30-ാം അധ്യായം 21-ാമത്തെ. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. കണ്ടോ? നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോ വഴി ഇതാണെന്ന് ദൈവം എന്ത് ചെയ്യും? പറഞ്ഞു തരും. ആമേൻ. ഇനി 48-ന്റെ അത് നിർത്തി വായിക്കണം. യെശയ്യാ 48:17. യെശയ്യാ 48:17 വായിക്കുന്നു, സ്ക്രീനിൽ കാണിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് അടുപ്പിച്ച ചില വചനങ്ങളൊന്ന് വായിച്ചത്. 17. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ
ഞാൻ തന്നെ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു ഹല്ലേലൂയ, നിന്റെ പരിശുദ്ധനും നിന്റെ റിഡീമർ നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം പറയുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നു. ഹല്ലേലൂയ. അശുഭമായി പോകാതെ ഏറ്റവും ബ്ലെസ്സിംഗ് ആകാൻ, നിനക്ക് പ്രോഫിറ്റ് ആകാൻ ഞാൻ നിന്നെ അഭ്യസിപ്പിച്ച് നീ പോകേണ്ട വഴിയിൽ ഞാൻ നിന്നെ നടത്തുകയും ചെയ്യും. അവ ദൈവത്തിന്റെ വഴിയിൽ നടന്നാലുള്ള പ്രയോജനം അത് നിനക്ക് ശുഭകരമായി പ്രവർത്തിക്കുന്ന വഴിയാണ്. ആ വഴിയിലേക്ക് ദൈവം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ ദൈവം ആലോചന പറഞ്ഞു തരും. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്തും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മെ ശുഭകരമായ ഒരു അനുഭവത്തിലേക്ക്, നമുക്ക് ഗുണമുള്ള, നമുക്ക് പ്രോഫിറ്റായ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാൻ എൻ്റെ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒറ്റ പ്രാർത്ഥന, കർത്താവേ നിന്റെ വഴിയിൽ എന്നെ നടത്തണമേ, നിന്റെ വഴിയിൽ എന്നെ നടത്തണമേ. ബൈബിൾ ഉടനീളം നോക്ക്, ദൈവത്തിന്റെ വഴിയെടുത്തവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ പൗലോസൊക്കെ പ്രസംഗിക്കാൻ അസയിൽ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചു. അപ്പോസ്തലപ്രവൃത്തി 16 കേൾപ്പുണ്ട്. പക്ഷെ പരിശുദ്ധം അവരെ വിലക്കി, അടുത്തടുത്തോട്ട് പോയി. അവിടെയും വചനം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ ആത്മാവ് വീണ്ടും വിലക്കി. സാധാരണ നമ്മൾ ചിന്തിക്കടാ, ദൈവവചനം പറയുന്നതിന് എന്തിനാ വിലക്ക്? അത് ചില സമയം അതിനും ദൈവം വിലക്ക്. നിങ്ങൾ ഇപ്പൊ അവിടെ പ്രസംഗിക്കണ്ട, അടുത്ത റൂട്ട് എടുക്കാൻ പറഞ്ഞു, അടുത്ത റൂട്ട് എടുക്കാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ എന്നപ്പോ ദൈവം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. മക്കദോനിയയിലെ ഫിലിപ്പിയിൽ എന്ന സ്ഥലത്തെത്താൻ അവിടെ പോയി പ്രസംഗിച്ചു. പുഴവക്കത്ത് നിന്നാ പ്രസംഗിക്കുന്നേ. ഹല്ലേലൂയ. ശബ്ദം കേട്ടു, ആ ജനക്കൂട്ടം വന്നു. ഒരാളുടെ ഹൃദയം ദൈവം അങ്ങ് തുറന്നു. ഒരു സഹോദരി, അവളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഹൃദയം തുറന്നു, അവൾ വീട് തുറന്നു, കുടുംബം സ്നാനപ്പെട്ടു. ബൈബിൾ പറയുന്നു, ചരിത്രം പഠിക്കുമ്പോൾ യൂറോപ്പിന്റെ മണ്ണിലെ ആദ്യത്തെ സഭ പിറന്നു. ആമേൻ. യെരൂശലേമിലും യഹൂദിയയിലും മാത്രമായിട്ട് നിന്ന് വളർന്നുകൊണ്ടിരുന്ന അപ്പോസ്തലപ്രവൃത്തി കണ്ടുവരുന്ന സഭ 16-ാം അധ്യായം ആയപ്പോഴത്തേക്ക് അതിന്റെ അതിരുകൾ വിശാലമായത് ദൈവം പറഞ്ഞ വഴിയിൽ എന്ത് ചെയ്തു? തിരിഞ്ഞു. ഇതേപോലെ നമ്മൾ ദൈവം പറഞ്ഞ വഴിയിൽ തിരിയുമ്പോൾ ദൈവം പ്രതീക്ഷിക്കാത്ത വാതിൽ ദൈവം തുറക്കും. അത് ദൈവത്തിന്റെ വഴിയിൽ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളുടനീളം നമുക്കറിയാം ഇസ്ഹാക്കിന്റെ അനുഭവം അറിയാം. ദൈവം പറഞ്ഞു, അവനൊരു വഴിയെടുക്കാൻ തീരുമാനിച്ചു. ക്ഷാമം കണ്ടപ്പോൾ അവനൊരു വഴിയെടുക്കാൻ തീരുമാനിച്ചു, മിസ്രൈമിൽ ഓടിപ്പോകാൻ. അതാണ് അവന്റെ വഴി. കാരണം അവിടെ പോയി വിത്ത് വിതച്ച് നന്മ ഉണ്ടാക്കാം. പക്ഷെ ദൈവം പറഞ്ഞു, അതല്ല വഴി, നീ ഇവിടെ നിൽക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അവൻ ദൈവത്തിന്റെ വഴി തന്നെ എടുക്കാൻ തീരുമാനിച്ചു. തന്റെ അബ്രഹാം കേട്ടതുപോലെ അനുസരിച്ച പോലെ ദൈവ വഴി എടുത്തു. നമുക്കറിയാം, വിതച്ചു. ക്ഷാമം ആ ആണ്ടിൽ 100 മേനി ദൈവം കൊടുത്തു. അത് മാത്രമാണോ? ദൈവ വഴി അനുസരിച്ചതിന്റെ അടുത്ത റിസൾട്ട് കൊടുത്തു. അവന്റെ പിതാവിന്റെ കാലം, അബ്രഹാമിന്റെ കാലത്തെ ഉണ്ടായിരുന്ന കുഴിച്ച് ഉറവയുണ്ടായിരുന്നു. പിന്നീട് ഫെലിസ്ത്യർ ശത്രുക്കൾ മണ്ണിട്ട് മൂടി. പക്ഷെ ദൈവത്തിന്റെ വഴി എടുത്തുകൊണ്ടെന്നറിയോ, വീണ്ടും രണ്ടാമത് പോയി അത് കുഴിച്ചെടുത്ത് അവിടെ ഒരു നന്മ കാണാൻ, ഉറവ കാണാൻ, സ്വസ്ഥതയുടെ രഹബോത്തിന്റെ അവസ്ഥ വെളിപ്പെടുത്താൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അതെപ്പോഴാണ് ദൈവത്തിന്റെ വഴി? ഞാൻ ഇന്ന് പകലൊരു ദൂത് പറയാം. നീ ദൈവത്തിന്റെ വഴി എടുത്താൽ അപ്പോസ്തലപ്രവൃത്തി 16 കാണുന്ന പോലെ നീ പ്രതീക്ഷിക്കാത്ത വാതിൽ നിനക്ക് വേണ്ടി തുറക്കാം. നീ ദൈവത്തിന്റെ വഴി എടുത്താൽ പണ്ട് ഉണ്ടായിരുന്നു പിശാച് മണ്ണിട്ട് മൂടിയ ചില നിന്റെ കുടുംബത്തിൽ ചില അനുഭവങ്ങളെ ദൈവം തിരിച്ചു പിടിക്കാം. അടച്ചുപോയ ചില ഉറവകളെ എന്റെ ദൈവം തുറന്നു തരും. കരമടിച്ച് നല്ല ദൈവത്തിന്റെ മഹത്വം കരേറ്റിയേ. ദൈവം അത് ചെയ്യും. നീ ഒറ്റ വാക്ക് ഇനി എന്നെ ഷോർട്ട് ചെയ്ത് പറഞ്ഞ പ്രയറിലേക്ക് കയറാൻ പോകും. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഇനി ശ്രദ്ധിച്ചു. അതായത് ഒരു ഇടയൻ ആടിനെ നടത്തുന്ന പോലെ ദൈവം തന്റെ ജനത്തെ നടത്തും. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്താ പറഞ്ഞത്? നമുക്ക് എല്ലാവർക്കും അറിയാം. യഹോവ എനിക്ക് ഇടയൻ. എന്താ പണി? എന്താ? ആടുകളെ എന്ത് ചെയ്യുക? മേയ്ക്കുക എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് പരിപാടിയുണ്ട്. ഒന്ന്, അതിനെ മേച്ചിൽപ്പുറത്തേക്ക് എന്ത് ചെയ്യും? കൊണ്ടുപോകും. 2, ട്രാക്ക് തെറ്റുന്നെങ്കിൽ തെറ്റായ പാതയുണ്ട്, അതിനെ മാറ്റി കറക്റ്റ് വഴി. ശത്രുവിനുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റിക്കൊടുക്കും. അടുത്തത് 3, അതിന് വേണ്ട ആഹാരങ്ങൾ എത്തിച്ചു കൊടുക്കും, പറിച്ചു കൊടുക്കും. എന്തോ വേണ്ടത് അത് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. ഞാൻ ഷോർട്ടായിട്ട് 2-3 കാര്യം പറഞ്ഞു. അപ്പം അതേപോലെയാണ് ദൈവത്തിന്റെ നടത്തിപ്പ്. നിത്യ
നിശ്ചിത വരെ ഒരു ഇടയൻ ആടിനെ നയിക്കുന്ന പോലെ ദൈവം നമ്മെ നടത്തും. അതാ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത്, ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയ്ക്ക് മുമ്പേ പോകും, അവളെ വിളിച്ചു പുറത്തു കൊണ്ടുവരും, അവരെന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കണം. ഇതാണ് ദൈവത്തിന്റെ വഴി. ഇടയൻ മുമ്പേ പോകുന്നു, അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കും. മാറിപ്പോകുമ്പോഴാണ് പലതിലും കുറുങ്കാറ്റി കുടുങ്ങും, ദുഷ്ടമൃഗങ്ങളുടെ അകത്ത് അകപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ വഴി നടന്നാൽ ബൈബിൾ പറയുന്നു, ഞാൻ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനാണ്. ഇന്ന് പകൽ നമ്മുടെ യേശു കർത്താവ് നിനക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന കർത്താവാണ്. അത് അവസാന തുള്ളി രക്തം വരെ കാൽവരിയിൽ ജീവനെ കൊടുത്ത് നിന്നെ നേടിയ പിശാചിന്റെ തലയെ തകർത്ത ഒരു നല്ല കർത്താവാണ്. അവന്റെ ശബ്ദം കേട്ട് അവന്റെ വഴിയിൽ പോയാൽ ഞാൻ ഉറപ്പ് തരുന്നു, ദൈവത്തിന്റെ മഹത്വം കാണാൻ ഇടവരും. 2-3 വചനവും ശ്രദ്ധിക്കണം. 100-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഇത് രണ്ടും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. 100-ാം സങ്കീർത്തനം 3-ാം വാക്യം. 2-3 വചനം വായിച്ച് പ്രയറിലേക്ക് കയറാൻ പോവാ. രോഗികൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. സങ്കീർത്തനം 100-3. യഹോവ തന്നെ ദൈവമെന്നറിവീൻ, യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും, നാം അവന്റെ ജനവും, അവൻ മേയ്ക്കുന്ന ആടുകളും ആടുകളും തന്നെ, അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഇനി 2 വാക്യം യെശയ്യാവ് 40-11 വായിച്ച്, എന്നിട്ട് ഒരാള് 48-21 വായിക്കണം. ഒരാള് യെശയ്യാവ് 48-21 എടുക്ക്. ആദ്യത്തെ ആള് യെശയ്യാവ് 40-11 വായിച്ച്. യെശയ്യാവ് 40-11. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും, ഒരു ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും, കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുപിടത്തിൽ ചേർത്ത് വഹിക്കുകയും, തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. കണ്ടോ, ഒരു ഇടയനെ പോൽ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കും, കുഞ്ഞാടുകളെ തന്റെ ഭുജത്തിൽ. തീരെ ചെറുതാണോ, കുഞ്ഞാണോ, നടക്കാൻ പറ്റത്തില്ലയോ, നിന്നെ മാർവോട് ചേർത്തെടുക്കും. തള്ളകളെ പതുക്കെ നിന്നെ കരം പിടിച്ച് എന്റെ ദൈവം നിന്നെ നടത്തും. ഹല്ലേലൂയ. യെശയ്യാവ് 48-21 ഒരാള് വായിച്ചേ. അങ്ങനെ ദൈവം നടത്തുമ്പോ അവൻ അവരെ ശൂന്യ പ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ, ആ ശൂന്യ പ്രദേശത്തിൽ കൂടെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവർക്ക് എന്ത് ചെയ്തില്ല? ദാഹിച്ചില്ല. കണ്ടോ, ശ്രദ്ധിച്ച്, ശൂന്യ പ്രദേശത്തിൽ കൂടെ നടന്നപ്പോഴും അവർക്ക് എന്ത് ചെയ്തില്ല? ദാഹിച്ചില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കുമാറാക്കി. അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. അവിടെ ദൈവം തന്റെ വഴിയിൽ നടത്തുമ്പോൾ, ഒരു ഇടയൻ ആടിനെ നടത്തുന്ന പോലെ അവന്റെ വഴിയിൽ നടക്കുമ്പോൾ സംഭവിക്കുന്ന ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ശൂന്യ പ്രദേശത്തിൽ കൂടെ നടത്തുന്നെങ്കിലും അവർക്ക് ദാഹിച്ചില്ല. കാരണം പാറ പിളർന്ന് ദൈവം വെള്ളം കൊടുത്തു. ഹല്ലേലൂയ. ദൈവം വഴിയുടെ പ്രത്യേകത, ദൈവം നടത്തിക്കലിന്റെ പ്രത്യേകത, അത് ശൂന്യ സ്ഥലത്തിൽ കൂടെ നടന്നാലോ പാറ പിളർന്ന് നിന്റെ ദാഹത്തെ പോക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ നീ നടക്കുന്ന മരുഭൂമി കൂടെ ആണെങ്കിലോ, ഒന്നുമില്ലാത്ത ശൂന്യതയിൽ കൂടെ ആണെങ്കിലോ, നീ ദൈവത്തിന്റെ വഴിയിലാണെങ്കിൽ നിന്റെ ദാഹം തീർക്കുമാറ് ദൈവം ഉറവകളെ തുറക്കും. കരമടിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റിയേ. കരമടിച്ചു കർത്താവിന് ഇന്ന് പകലൊന്ന് മഹത്വം കരേറ്റുക. ഹല്ലേലൂയ. ഞാൻ ഈ വചനം എടുക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങ് വായിച്ചു വിടാം. ഹല്ലേലൂയ. യെശയ്യാവ് 49-10 വചനം വായി. അടുത്ത ദിവസം ശൂന്യശരത്തിൽ കൂടെ നടത്തിയപ്പോൾ നിങ്ങൾക്ക് ദാഹിച്ചില്ല. യെശയ്യാവ് 49-9-10 വാക്യങ്ങൾ. ഹല്ലേലൂയ. നിന്നെ ജനത്തിന്റെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. അവർ വഴികളിൽ മേയും, എല്ലാ പാർക്കുന്നുകളിലും അവർക്ക് മേച്ചിൽ പുറങ്ങൾ ഉണ്ടാകും. എല്ലാവരും ശ്രദ്ധിച്ചോ, ഒരു ദൂത് ശ്രദ്ധിച്ചോളോ. ദൈവം ഇടയനായി എന്റെ കർത്താവ് നിന്നെ നടത്തിയാൽ അത് പാർക്കുന്നാണെങ്കിലും നിനക്കവിടെ മേച്ചിൽ പുറം ദൈവം ഒരുക്കും. കാരണം നീ എടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വഴിയാണ്, ദൈവത്തിന്റെ ആലോചനയാണ്.
ഈ മിനിറ്റുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം ഗൗരവത്തോടെ. ഈ അവസാന മിനിറ്റുകളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന മിനിറ്റുകളാണ്. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഏറ്റെടുത്താൻ തയ്യാറായ നിന്റെ കരം ദൈവം പിടിക്കാൻ പോയ ഇടയൻ ആടിനെ നടത്തുന്ന പോലെ ദൈവം നിന്റെ വഴികളെ നടത്താൻ പോവുകയാണ്. കരം അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കരേറ്റിയേ. ഗൗരവത്തോടെ ഇരിക്കുക. ഈ ദൂത് എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന് പ്രാർത്ഥനയോടെ കർത്താവിരിക്കുക. ഇന്ന് പകൽ ചിലരോടുള്ള ദൂത പറയുന്നത് പാഴ്ക്കുന്നതിലും നിനക്ക് ദൈവം മേച്ചിൽപ്പുറം ഉണ്ടാക്കിയിരിക്കാം. ഹല്ലേലൂയ. അതിന്റെ 10 അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും അവരെ ബാധിക്കുകയില്ല. അവരോട് കരുണയുള്ളവർ അവരെ വഴി നടത്തുകയും നീരുറവിനരികെ അവരെ കൊണ്ടുപോവുകയും ആരാധന വഴി നടത്തുന്ന കരുണയുള്ള ദൈവം. ഹല്ലേലൂയ. വെയിലും പ്രതിസന്ധിയും നിന്നെ ബാധിക്കത്തില്ല. നീ ദൈവത്തിന്റെ വഴിയാണ് നടത്തുന്നവൻ ദൈവമത്രേ. പകൽ സൂര്യൻ എന്തെങ്കിലും ഒരു പാതയും അടുക്കാതെ നിന്നെ കാക്കാൻ ദൈവം വിശ്വസ്തനാണ്. അവരെ വഴി നടത്തും, നീരുറവെ അവരെ കൊണ്ടുപോകും. അങ്ങോട്ട് ദൈവം കൊണ്ടുപോകും. മരുഭൂമിയിൽ ദൈവം നടത്തും. പാറയെ പിളർന്ന ദൈവം നടത്തും. നീരുറവെ ഉള്ളിടത്തോട്ട് നിന്നെ നയിക്കും. വെയിൽ നിന്നെ ബാധിക്കത്തില്ല. അതാ ദാവീദ് മുതൽ ഭക്തന്മാർ പറഞ്ഞത്, കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കണേ. നിന്റെ വഴിയിൽ നടന്നാൽ ഇടയനാടിനെ പോലെ നിന്നെ ദൈവം നടത്തിയാൽ നിനക്ക് ക്ഷീണമുണ്ടാകത്തില്ല, നീ തളർന്നു പോകത്തില്ല, നിനക്ക് കരുതൽ വെളിപ്പെടും. പാറയെ പിളർക്കും, ഉറവയിലേക്ക് നിന്നെ നയിക്കും, വെയിലിന്റെ വാട്ടം നിന്നെ തട്ടത്തില്ല. യെശയ്യാ 58:11 വായിച്ചു. എല്ലായ്പ്പോഴും നടത്തുകയും യഹോവ നിന്നെ എല്ലായ്പ്പോഴും എല്ലാവരും ഉറക്കെ എല്ലാവരും ഇതൊന്ന് ചേർന്ന് വായിച്ചേ. നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. സിസ്റ്ററും വായിച്ചു, എല്ലാവരും ഒന്നിച്ച് വായിക്കാം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ ആസ്തികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ഹല്ലേലൂയ. നിന്നെ യഹോവ എല്ലായ്പ്പോഴും വഴി നടത്തും. ഉറക്കെ പറ, എല്ലായ്പ്പോഴും എന്റെ ദൈവം എന്നെ വഴി നടത്തും. വരണ്ട നിലത്തിലും എന്റെ വിശപ്പ് ദൈവം അടക്കം എന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റാത്ത നീരുറവ പോലെയും. നീ എങ്ങനത്തെ തോട്ടമാകും? നനവുള്ള തോട്ടം. വെള്ളം പറ്റാത്ത ഉറവ്. ആര്? ദൈവം നടത്തുന്ന മനുഷ്യൻ. കർത്താവേ, ഇന്ന് കേട്ട മെസ്സേജിന് പോലെ എന്നെ സമർപ്പിക്കുന്നു. നിന്റെ വഴിയെ കർത്താവ് ഇടയൻ ആടിനെ നയിക്കുന്ന പോലെ കർത്താവ് എന്റെ ജീവിതത്തെ നയിക്കണമേ. ഈ പാട്ടിനോട് ചേർന്ന് പാടി ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ നടത്തണം. ഹിതം പോലെ എന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ചേർന്ന് പാടേ. നിൻ ഹിതം ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ, സമർപ്പണത്തോടെ.